സൗമ റംബ എന്ന വലിയ നോമ്പ് 3 നോമ്പ് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ച പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. സുറിയാനിയിൽ സൗമ റംബ എന്നാണ് ഈ നോമ്പിൻ്റെ പേര്. സൗമ എന്നാൽ നോമ്പ് എന്നും റംബ എന്നാൽ വലുത് എന്നുമാണ് അർത്ഥം. നമ്മുടെ കർത്താവിൻ്റെ പെസഹ പീഡാസഹന ഉത്ഥാന രഹസ്യങ്ങളുടെ ആചരണമാണ് നോമ്പുകാലത്തിൻ്റെ കേന്ദ്രബിന്ദു. ഈ അനുസ്മരണ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കമാണ് വലിയ നോമ്പിൻ്റെ ആഴ്ചകൾ. 7 ആഴ്ചക്കാലമാണ് ഈ ആരാധന വത്സര കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം. മാർച്ച് 21 അല്ലെങ്കിൽ അതിനുശേഷമോ വരുന്ന വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് പരമ്പരാഗതമായി ഹംദ അഥവാ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. 325 നിഖ്യ സൂനകദോസിലാണ് ഈ തീയതി ഗണന പാശ്ചാത്യ സഭയിൽ ഔദ്യോഗികമായി സ്വീകരിച്ചത്. എന്നാൽ പൗരസ്ത്യ സുറിയാനി സഭ 410 മാർ ഇസഹാക്കിൻ്റെ സൂനകദോസിന് ശേഷം മാത്രമാണ് ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഇതിന് മുന്നോടിയായുള്ള 7 ആഴ്ചക്കാലം നാം വലിയ നോമ്പ് അനുഷ്ഠിക്കുന്നു. വലിയ നോമ്പ് കാലഘട്ടത്തിൽ സഭയിൽ എല്ലാവരും 40 ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കണമെന്ന് പൗരസ്ത്യ സുറിയാനി സഭയുടെ കാസോലിക്ക ആയിരുന്ന മാർ ഇസഹാക്ക് AD 410 കൽപ്പിക്കുകയും നിർബന്ധമാക്കുകയും ചെയ്തു. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ശനിയാഴ്ച വൈകുന്നേരത്തെ റംശ നമസ്കാരത്തോടെ ഞായറാഴ്ച ആരംഭിക്കുകയും നോമ്പിൻ്റെ ആഴ്ചകൾ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായതിനാൽ അന്ന് സഭയിൽ ഉപവാസം അനുവദനീയമല്ല. അതിനാൽ കൃത്യതയോടെ പറഞ്ഞാൽ നോമ്പ് ആരംഭിക്കുന്നത് ഞായറാഴ്ച സന്ധ്യയ്ക്ക്, അതായത് തിങ്കളാഴ്ച മാത്രമാണ് എന്ന് 9-ാം നൂറ്റാണ്ടിലെ അർബേലിലെ മെത്രാനായിരുന്ന മാർ ഗീവർഗീസ് പ്രസ്താവിക്കുന്നു. സൗമ റംബായുടെ കാലത്തെ ആദ്യത്തെ ഞായറാഴ്ച പെത്തുർത്ത അഥവാ പെത്തൃത്ത എന്ന് അറിയപ്പെടുന്നു. ഇഫ്താർ എന്ന സുറിയാനി വാക്കിന് കടന്നുപോയി, ഉപേക്ഷിച്ചു, ഇല്ലാതായി എന്നൊക്കെയാണ് അർത്ഥം. പേതൃത്തായുടെ ദിവസം മത്സ്യവും മാംസവും പാകം ചെയ്തിരുന്ന മൺപാത്രങ്ങൾ ഉടച്ചു കളഞ്ഞ് നാം നോമ്പിലേക്ക് പ്രവേശിച്ചിരുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു. മത്സ്യവും മാംസവും മാത്രമല്ല, വെറ്റിലമുറുക്ക് പോലും ഉപേക്ഷിച്ചിരുന്നു. കാരണം അത്ര കഠിനമായ നോമ്പായിരുന്നു നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു പോന്നത്. നോമ്പിൻ്റെ സ്നേഹിതരെന്നറിയപ്പെട്ട മാർത്തോമാ നസ്രാണികൾക്ക് ആണ്ടുവട്ടത്തിൽ 225 ദിവസം വരെ നോമ്പ് ഉണ്ടായിരുന്നു. മാർത്തോമാ നസ്രാണികളെ സംബന്ധിച്ച് വലിയ നോമ്പ് എന്നത് ഇറച്ചി, മീൻ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് മാത്രമായിരുന്നില്ല, മറിച്ച് പൂർണ്ണ ഉപവാസമായിരുന്നു. അതായത് ദിവസത്തെ റംശ നമസ്കാരത്തിന് ശേഷം ഒരു നേരത്തെ ഭക്ഷണം വളരെ കുറച്ചളവിൽ മാത്രമേ മാർത്തോമാ ക്രിസ്ത്യാനികൾ കഴിച്ചിരുന്നു. പൂർണ്ണമായും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും നാളുകളായിരുന്ന നോമ്പ് കാലഘട്ടങ്ങളിൽ കുട്ടികളെപ്പോലും നിശബ്ദത പാലിക്കാൻ പരിശീലിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് അപ്പം മുറിക്കലിന് ശേഷമുള്ള പെസഹ ദിനങ്ങളിൽ രാവിലെയും സന്ധ്യയ്ക്കും വിശ്വാസികളെല്ലാം പള്ളിയിൽ യാമനമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നതായി 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അന്തോണിയോ ഗുവയെ എഴുതിയ ജൊർണാദ എന്ന ഗ്രന്ഥത്തിൽ കാണുന്നു. ആരാധനാക്രമത്തിലെ റംശ, ലലിയ, സൂബുവ, കാല ദശഹറ, സപ്ര, കുത്തുവ, എദ്ദാന തുടങ്ങിയ 7 യാമപ്രാർത്ഥനകൾ ഏറ്റവും സമ്പന്നമായിട്ടുള്ളത് സൗമ റംബായിൽ തന്നെയാണ്. സൗമ റംബായിൽ ദിനരാത്രങ്ങളിൽ പള്ളിയിലും പരിസരങ്ങളിലുമായി ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും കഴിഞ്ഞുകൂടുകയായിരുന്നു മാർത്തോമാ നസ്രാണികളുടെ പതിവ്. അതായത് ദൈവത്തോടൊപ്പം വസിക്കുന്ന അവസ്ഥ. പള്ളി വിട്ടുപോകാതെ അവർ ദൈവസന്നിധിയിൽ സദാ പ്രാർത്ഥനാനിരതരായി ചെലവഴിച്ചിരുന്നു. നോമ്പ് ആരംഭവുമായി ബന്ധപ്പെട്ട് ആരാധനാക്രമപരമായി പ്രത്യേക കർമ്മങ്ങൾ ഒന്നും പൗരസ്ത്യ സുറിയാനി സഭയ്ക്കില്ല. ചാരംപൂശൽ എന്ന ആചാരം ഉദയംപേരൂർ മതവിചാരണ യോഗത്തിൽ വെച്ച് പോർട്ടുഗീസുകാർ നസ്രാണി സഭയിൽ ഏൽപ്പിച്ച ഒന്നാണ്. നോമ്പിൻ്റെ ദിവസങ്ങളുടെ കണക്കുകൂട്ടൽ ഇപ്രകാരമാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ ഉപവാസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാകയാലും എല്ലാ ഞായറാഴ്ചയും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അനുസ്മരണം ആകയാലും ഞായറാഴ്ചകളിൽ ഉപവാസവും മുട്ടുകുത്തലും സഭ വിലക്കുന്നു. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങൾ ഉപവാസ ദിനങ്ങളാണ്. ഞായറാഴ്ച ഉപവാസം ഇല്ലെങ്കിലും നോമ്പിൻ്റെ ദിനമാണ്. അങ്ങനെ ഞായറാഴ്ചകൾ ഒഴികെ പെസഹായ്ക്ക് തലേന്നുള്ള ബുധനാഴ്ച വരെ
ആകുമ്പോൾ 40 ദിവസങ്ങൾ പൂർത്തിയാകുന്നു. ഇത് നമ്മുടെ കർത്താവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തിലുള്ള പങ്കുചേരലാണ്. ഇത് പെസഹ വ്യാഴാഴ്ചത്തെ അപ്പം മുറിക്കലോടെ അവസാനിക്കുന്നു. തുടർന്ന് ഉയർപ്പ് വരെയുള്ള ദിനങ്ങളിലെ ഉപവാസം പ്രത്യേക നോമ്പായും കണക്കുകൂട്ടുന്നു. അങ്ങനെ 40 ദിവസത്തെ നോമ്പ് ആണെങ്കിലും ഈ 7 ആഴ്ചക്കാലത്തെ ആരാധന വത്സര കാലഘട്ടത്തെ മുഴുവനെയും ചേർത്ത് 50 നോമ്പ് എന്ന് പറയുന്നു. സൗമാറമ്പായുടെ 1, 4, 7 ആഴ്ചകൾ പരിശുദ്ധ റാസകളുടെ ആഴ്ചകളെന്ന് വിളിക്കപ്പെടുന്നു. 4-ാം ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ യഥാക്രമം പാതി നോമ്പിൻ്റെ അഥവാ പൽഗുസായുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ എന്ന് വിളിക്കപ്പെടുന്നു. പാതി നോമ്പിൻ്റെ ബുധനാഴ്ച പാശ്ചാത്യ സുറിയാനി സഭയിൽ ഉള്ളതുപോലെ ഹൈക്കലായുടെ മധ്യത്തിൽ സ്ലീവ ഉയർത്തി നാട്ടുന്ന ചടങ്ങ് പൗരസ്ത്യ സുറിയാനി സഭയ്ക്ക് ഇല്ല. കാരണം പൗരസ്ത്യ സുറിയാനി സഭയുടെ പള്ളി ഘടനയിൽ അത് ബേമയുടെ സ്ഥാനമാണ്. നോമ്പുകാലത്ത് മാത്രം ഉണ്ടാക്കേണ്ട ഒരു കൂട്ടിച്ചേർക്കലല്ല ബേമയും അതിലെ സ്ലീവായും. അവ പൗരസ്ത്യ സുറിയാനി സഭയുടെ അവിഭാജ്യ ഘടകമാണ്. ഓശാന ഞായറിന് മുമ്പുള്ള ശനി ലാസറിൻ്റെ ശനി, കൊഴുക്കട്ട ശനി എന്നൊക്കെ അറിയപ്പെടുന്നു. ഓർസലേമിലേക്കുള്ള യാത്രയിൽ ഈശോ ബേസനിയായിൽ ലാസറിൻ്റെ ഭവനത്തിൽ മർത്തായാലും ലാസറിനാലും സ്വീകരിക്കപ്പെട്ടതിൻ്റെ അനുസ്മരണമാണിത്. അന്നേ ദിവസം നസ്രാണി ഭവനങ്ങളിൽ കൊഴുക്കട്ട പാകം ചെയ്യുന്ന പതിവുണ്ട്. മറിയം ഈശോയ്ക്ക് പാകം ചെയ്ത് നൽകിയ വിരുന്നിൻ്റെ അനുസ്മരണമാണ് കൊഴുക്കട്ട. പിറ്റേന്ന് ഓശാന ഞായർ നാം ആഘോഷിക്കുന്നു. ഓശാനയ്ക്ക് മുമ്പുള്ള വെള്ളി, ശനി ദിവസങ്ങളും തുടർന്ന് വരുന്ന തിങ്കളും ലാസറിൻ്റെ വെള്ളി, ശനി, തിങ്കൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഓശാന ഞായർ മുതലുള്ള ആഴ്ച പരിശുദ്ധ റാസകളുടെ ആഴ്ചയാണ്. ഈശോയുടെ ഓർസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ ആഘോഷമാണ് ഈ ദിവസം. കുരുത്തോലകളും ഓശാന വിളികളുമായി നാം ദാവീദിൻ്റെ പുത്രനെ സ്വീകരിക്കുന്നു. ഓശാന ഞായർ വരെയാണ് പരിശുദ്ധ സഭയിൽ മാർ തേഡോറസിൻ്റെ കുദാശാക്രമം അർപ്പിക്കുന്നത്. തുടർന്ന് ആരാധന വത്സരത്തിൻ്റെ അവസാനം വരെ അദ്ദായി മാറി സ്ലീഹന്മാരുടെ കുദാശയാണ് സഭയിൽ അർപ്പിക്കപ്പെടുന്നത്. തുടർന്ന് വരുന്ന പ്രധാന ദിവസം പെസഹ വ്യാഴമാണ്. നമ്മുടെ കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം. വിശുദ്ധ പുളിപ്പ് അഥവാ വിശുദ്ധ മൽക്ക വർദ്ധിപ്പിക്കുന്ന ദിവസം. മാർ നെസ്തോറിയൻ്റെ കുർബാനക്രമം അർപ്പിക്കേണ്ട ആണ്ടുവട്ടത്തിലെ 5-ാമത്തെ അഥവാ അവസാനത്തെ ദിവസമാണ്. നസ്രാണി ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തേണ്ട സന്ധ്യ എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണത്. ഓശാന ദിനത്തിൽ 40 ദിവസത്തെ നോമ്പ് അവസാനിപ്പിച്ച് ഈശോയുടെ പെസഹ രഹസ്യത്തിലുള്ള പങ്കുചേരലായ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നു. തുടർന്ന് നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൻ്റെ അനുസ്മരണമായ ഹാശാവെള്ളി അഥവാ പീഡാനുഭവ വെള്ളി ആണ്. ഈ ദിനം സഭയിൽ പരിശുദ്ധ കുർബാന അർപ്പണമില്ല. പീഡാനുഭവ വെള്ളിയാഴ്ചത്തെ ലലിയ മുതൽ ഉയർപ്പ് തിരുനാളിൻ്റെ റംശ വരെ ധൂപക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അതിൽ തീയില്ലാത്ത കരി മാത്രമാണ് ഉണ്ടായിരിക്കുക. യാമനമസ്കാരങ്ങളും വിശുദ്ധ സ്ലീവായുടെ കബറടക്ക ശുശ്രൂഷയും ആണ് അന്നത്തെ തിരുക്കർമ്മങ്ങൾ. കബറടക്കം നടത്തിയ ശേഷം മദ്ബഹായുടെ വിരി തുറന്ന് 2 വശത്തേക്കും കെട്ടിവെക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണം ഇല്ലാത്ത ദിവസമാണ് വലിയ ശനി. പ്രകാശത്തിൻ്റെ ശനി, വലിയ ശാബദം അഥവാ സബ്സ റബ്സ എന്നും ഈ ദിവസം അറിയപ്പെടുന്നു. ഞായറാഴ്ച നമ്മുടെ കർത്താവിൻ്റെ ക്രംദ അഥവാ ഉയർപ്പ് തിരുനാൾ അഥവാ മാറാനായ തിരുനാൾ നാം ആഘോഷിക്കുന്നു. സൗമാറമ്പ അഥവാ വലിയ നോമ്പ് കാലം അവസാനിക്കുന്നു. ക്രംദ കാലം അഥവാ ഉയർപ്പ് കാലം ആരംഭിക്കുന്നു. പരമ്പരാഗതമായ സഭയിൽ പുതിയ അംഗങ്ങൾക്ക് മാമോദീസ നൽകുന്ന അവസരമാണ് ഉയർപ്പ് തിരുനാളിൻ്റെ റംശയെ തുടർന്നുള്ള സമയം. പരിശുദ്ധ മദ്ബഹ കഴുകുന്ന ശുശ്രൂഷയും ഹൂസായ ശുശ്രൂഷയും പരികർമ്മം ചെയ്യുന്ന സമയവും ഇതാണ്. ഉയർപ്പ് തിരുനാളിൻ്റെ പ്രധാന കർമ്മം വെളുപ്പിനെയുള്ള പരിശുദ്ധ കുർബാനയിലെ സമാധാനാശംസയാണ്. വെള്ളിയാഴ്ച കബറടക്കിയ സ്ലീവ ഇന്ന് കുരുത്തോലകളാലും പൂക്കളാലും അലങ്കരിച്ചുയർത്തുന്നു. പുതുജീവൻ്റെ പ്രതീകമായി പള്ളികളിൽ ഇടനയില വിതറുന്ന പതിവും മാർത്തോമ നസ്രാണികൾക്ക് ഉണ്ടായിരുന്നു. മാറാനായ തിരുനാൾ ദിനങ്ങളിൽ പരിശുദ്ധ കുർബാന മധ്യേ ദഹ്ലീത്ത് ആലപിക്കുകയും ആ അവസരങ്ങളിൽ മദ്ബഹായുടെ ഉള്ളിലെ 2ാമത്തെ വിധി അടയ്ക്കുകയും ചെയ്യുന്നു. ഉയർപ്പ് ഞായറാഴ്ച, വലിയ ആഴ്ച, ആഴ്ചകളുടെ ആഴ്ച ആരംഭിക്കുന്നു.
പൗരസ്ത്യ സുറിയാനി സഭയിൽ ഉയർപ്പ് മുതൽ പെന്തക്കുസ്ത വരെയുള്ള ദിവസങ്ങളിൽ പള്ളികളിൽ മുട്ടുകുത്താൻ പാടില്ല. കാരണം അവ ആനന്ദത്തിൻ്റെ ദിനങ്ങളാണ്. ഉയർപ്പ് തിരുനാളിനെ തുടർന്ന് വരുന്ന തിങ്കളാഴ്ച ഗയ്യാസായുടെ അഥവാ നല്ല കള്ളൻ്റെ ഓർമ്മ പൗരസ്ത്യ സുറിയാനി സഭയിൽ ആഘോഷിക്കുന്നു. ഉയർപ്പ് കാലത്തെ ആദ്യ വെള്ളിയാഴ്ച മൗദിയാനന്മാരുടെ അല്ലെങ്കിൽ സകല വിശുദ്ധരുടെയും തിരുനാൾ പൗരസ്ത്യ സുറിയാനി സഭ ആഘോഷിക്കുന്നു. പേർഷ്യയിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ കേന്ദ്രമായിരുന്ന സെലൂഷ്യ സ്റ്റെസിഫോണിൽ സഭയെ നയിച്ച മാർ ബർഗഗായിക്ക് ശേഷം പൗരസ്ത്യ സുറിയാനി സഭയുടെ കാതോലിക്കയായിരുന്നു മാർ ശെമ്മോൻ. ഇറാനിലെ ഷാപ്പൂർ രണ്ടാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് AD 345 മതമർദ്ദന വേളയിൽ അദ്ദേഹം രക്തസാക്ഷിയായി. രാജകൽപ്പന അനുസരിച്ച് സ്വരാഷ്ട്രീയൻ മതവിശ്വാസം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനാൽ അനേകം മെത്രാന്മാരും പുരോഹിതന്മാരും ഉൾപ്പെടെ 16,000-ഓളം വിശ്വാസികൾ അന്ന് കൊല്ലപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നടന്നത് ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമനുസരിച്ച് സകല വിശുദ്ധരുടെയും തിരുനാൾ ആചരിക്കുന്നത് ഇവരുടെ ഓർമ്മ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ തിരുനാൾ ദിവസമായതിനാൽ നാം അന്നേ ദിവസം മറ്റു തിരുനാളുകൾ ആചരിക്കാറില്ല. അതിനാൽ അവരുടെ ഓർമ്മ സകല വിശുദ്ധരുടെയും തിരുനാളായി ഉയർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന അടുത്ത വെള്ളിയാഴ്ച ആചരിക്കുന്നു. മൗദിയാനന്മാരുടെ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച വലിയാഴ്ച അവസാനിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ 8-ാം ദിനം, അതായത് ഉയർപ്പ് കാലം 2-ാം ഞായറാഴ്ച നസ്രാണികൾ പുതുഞായർ മാർത്തോമാ സ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന ദിനമായിട്ട് ആചരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായെ കണ്ട് മാർത്തോമാ സ്ലീഹ മാർ വലാഹ്, എൻ്റെ കർത്താവും എൻ്റെ ആലാഹയും എന്ന് ഏറ്റുപറഞ്ഞ ദിവസമാണ്. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് 40-ാം ദിവസം നമ്മുടെ കർത്താവിൻ്റെ സൂലാക്ക തിരുനാൾ, സ്വർഗാരോഹണ തിരുനാൾ അഥവാ മാറാനായ തിരുനാൾ ആഘോഷിക്കുന്നു. മാറാനായ തിരുനാൾ ദിനങ്ങളിൽ പരിശുദ്ധ കുർബാന മധ്യേ ദഹീലത്ത് ആലപിക്കുകയും ആ അവസരങ്ങളിൽ മധുബഹായിലെ ഉള്ളിലെ 2ാമത്തെ വിരി അടയ്ക്കുകയും ചെയ്യുന്നു. ഉയർപ്പിൻ്റെ ശേഷം 50-ാം ദിവസം ഞായറാഴ്ച പന്തക്കുസ്ത തിരുനാൾ, മാറാനായ തിരുനാൾ ആചരിക്കുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ റൂഹാ ഖുദാശ തമ്പുരാൻ എഴുന്നള്ളി വന്ന സുദിനമാണ് അന്ന്. മാറാനായ തിരുനാളുകളിൽ ദഹീലത്ത് ആലപിക്കുകയും തദവസരത്തിൽ മധുബഹായുടെ 2ാം വിരി ഉപയോഗിക്കേണ്ടതുമാണ്. നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തിൽ പന്തക്കുസ്ത തിരുനാളിൽ ദഹീലത്ത് ആലപിച്ച ശേഷം പ്രത്യേക മുട്ടുകുത്തൽ ക്രമമുണ്ട്. ക്രംദ അഥവാ ഉയർപ്പ് തിരുനാൾ മുതൽ പെന്തക്കുസ്ത തിരുനാൾ വരെ പൗരസ്ത്യ സുറിയാനി സഭയുടെ ക്രമത്തിൽ പരിശുദ്ധ കുർബാന മധ്യേ മുട്ടുകുത്തൽ അഥവാ കുമ്പിടിയിൽ വിലക്കപ്പെട്ടിരിക്കുന്നു. അവ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനങ്ങളാണ്. പെന്തക്കുസ്ത മുതൽ വീണ്ടും അനുതാപകരമായ ജീവിതത്തിലേക്ക് പ്രത്യേകമായി നാം മടങ്ങുന്നു. ഇതിൻ്റെ സൂചകമായി പള്ളിയിൽ പ്രത്യേക ശുശ്രൂഷയുടെ മുട്ടുകുത്തൽ അഥവാ കുമ്പിടിയിൽ പുനരാരംഭിക്കുന്നു. മറ്റ് ആരാധനാക്രമ പാരമ്പര്യങ്ങളിലും ഇത്തരം പ്രത്യേക ശുശ്രൂഷ പെന്തക്കുസ്ത ദിനത്തിലുണ്ട്.